ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പം നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു സ്ട്രെയിറ്റ് പാൻറ് വെട്ടി കട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുരിദാർ തയ്ക്കണ്ടേ നമ്മൾക്ക്. അതിൻ്റെ ചുരിദാർ തയ്ക്കാനുള്ള അതിൻ്റെ ലൈനിങ്ങാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുണി, അതായത് ചുരിദാറിൻ്റെ തുണി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മുറിച്ച് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ്. ഞാൻ പിന്നെ അധികം ഉപയോഗിച്ചിട്ടുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു കളർ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ അതിൻ്റെ ലൈനിങ്ങാണ്. അപ്പം ഞാൻ ലൈനിങ് ഇതുപോലെ രണ്ടാക്കി മടക്കി വട്ടത്തിൽ ഇതുപോലെ മടക്കി. അപ്പോൾ ഇവിടെ 4 പീസ് വന്നിട്ടുണ്ട്, കണ്ട. ഇതുപോലെ ഒരു 4 പീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നു. അപ്പോൾ ആദ്യം നമ്മൾ മുടക്കുമ്പോൾ 2 ഇങ്ങനെ ഇതാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 4ആക്കി മടക്കിയപ്പോഴും 4 പീസായത്. അപ്പോൾ ഇത് 4ആയിട്ട് തന്നെ മടക്കി ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് എടുത്തേക്കണത് 2 മീറ്ററാണ്. ഞാൻ ലൈനിങ് 2 മീറ്റർ എടുക്കാറുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക? അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണതാണ് എങ്ങനെയെന്നുണ്ടെങ്കിൽ, മിഷീനുണ്ട്, കട്ട് ചെയ്യാൻ അറിയാൻ പാടുള്ള, അളവിൽ കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കട്ടിങ് അറിയുക, മെഷീനില്ലാന്നിട്ട് കട്ട് ചെയ്ത് കൈ കൊണ്ട് തുന്നി ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇഷ്ടംമാരെ പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് പോലും നമുക്കൊരു മെഷീൻ ഉണ്ട്, എന്നിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊരു വിഷമമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. അപ്പം അതിനാദ്യം ചെയ്യേണ്ടത്, നമ്മ ഇടണതിൽ ഏറ്റവും പക്ക ഒരു ചുരിദാർ നല്ലവണ്ണം തേച്ചിട്ടൊക്കെ എടുത്തിട്ട് 4ആക്കി മടക്കി എടുക്കുക. അപ്പോൾ അത് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാനിടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചുരിദാറാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ തയ്ച്ചതാണ്. ഞാൻ അളവെടുത്ത് തയ്ച്ചതാണ്. ബോഡിയിൽ നിന്ന് തന്നെ അളവെടുത്ത് തയ്ച്ച ചുരിദാറാണ്. അപ്പോൾ ആ ചുരിദാർ നല്ല ഭംഗിക്ക് തേച്ച് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. തേച്ച് വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മളുടെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെന്നെങ്കിൽ നമ്മൾ അളവെടുത്തിട്ടല്ല, അളവ് വെച്ചിട്ടാണ് വരയ്ക്കണത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ വൃത്തിയായിട്ട് കിട്ടാനും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ആദ്യമായിട്ട് ചെയ്യണ കൂട്ടുകാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. നമ്മുടെ അതായത് കശക്കുഴിയുടെ അവിടെ ഒരു പിന്നൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റിന് അവിടെ ഇരിക്കാനാണ്ട് ആ പിന്നൊന്ന് നമ്മൾ പിന്നല്ല പേൾ സൂചിയില്ലേ അതിവിടെ ഞാനിവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം മേടിക്കുമ്പോൾ തുമ്പൊക്കെ നല്ല മേടിക്കണം. നമ്മുടെ പേൾപ്പിന്നട്ടാ, അല്ലെങ്കിൽ തുണി ഇതാകും. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടി അടിച്ചെടുത്താണേ. ഈ സ്ലിപ്റ്റിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കയ്യുമൊന്നും കൊള്ളരുതട്ടാ. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ താഴോട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് കറക്റ്റായിട്ട് ഇടുക. കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിരിക്കണം. അതിനുശേഷം നമ്മൾ അളവെടുത്തേക്കണ ഈ സംഭവം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയായിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഷോൾഡർ അടിക്കാനുള്ള തുണി ഇവിടെ ബാലൻസ് വേണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്ഥലങ്ങളാണ്. ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലങ്ങളിലൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ? അതിനാണ് ഇവിടെ ഒരു 4 ഇഞ്ച്, ആ 4 ഇഞ്ചല്ല 1/2 ഇഞ്ച് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ഇട്ട് ഒട്ടും കുറക്കണ്ട. 1/2 ഇഞ്ച് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ് തുണിയുടെ ഫോൾഡ് ഭാഗത്തേക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഫോൾഡ് കറക്റ്റായിട്ട് മീതെ കറക്റ്റായിട്ട് വന്നിരിക്കണം. ഇച്ചിരി അങ്ങാടും നീങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ടൈറ്റ് വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയണം. പക്ഷേ ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കണം. ഞാൻ ഇതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ എന്താ വരക്കണത്, കറക്റ്റിന് വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ കറക്റ്റിനായിട്ടാണ് വരക്കണത്. ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല, സ്റ്റിച്ചിൻ്റെ അവിടെയാണ് വരച്ചേക്കണത്. അതിന് ശേഷം ഞാൻ കഴുത്താണ് വരക്കണത്. നിങ്ങളുടെ കഴുത്തിൻ്റെ അകലം എത്രയാണോ അത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് വരക്കുക. അപ്പോൾ ഞാൻ കഴുത്ത് വരച്ചിട്ടുണ്ട് കറക്റ്റിന് ഞാൻ.
അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം അതും ഞാൻ ദേ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കറക്റ്റിനാണ്, തയ്യൽ തുമ്പലല്ല വരച്ചേക്കണം, സ്റ്റിച്ചിൻ്റെ അവിടെയാണ് വരച്ചേക്കണത്. അതുപോലെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കവും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ആം ഹോളാണ്. അപ്പോൾ ആം ഹോളിൻ്റെ കറക്റ്റ് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇതാണ് ആം ഹോള്, കണ്ട കഷത്തിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം പക്കയെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കണ ചുരിദാറിന് എനിക്ക് ഒട്ടും ഇടം വേണ്ട, തുണി വേണ്ട. അപ്പം അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തുണിക്ക് ഈ ഇട്ടേക്കണ നമ്മുടെ ചുരിദാറുണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്ലിറ്റ്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഇടം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ഇഞ്ച് ഇടം വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചും കൂടി, അതായത് ഈ ഇട്ടേക്കണ ചുരിദാറിൻ്റെ 4 ഇഞ്ചും കൂടി നീക്കി വരക്കുക. അപ്പം നമുക്ക് ഫുള്ളായിട്ട് 1 ഇഞ്ച് കിട്ടും കേട്ടോ, വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ അപ്പം ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. സ്ലിറ്റ് വരെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി സ്ലിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലിറ്റിന് ഇച്ചിരി കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റിന് തന്നെ വെച്ചൊന്ന് വരച്ചെടുക്കുക. അതായത് തൊട്ട് വരച്ചിങ്ങനെ ഒന്ന് എടുക്കുക. അപ്പം എൻ്റെ ചുരിദാറിൻ്റെയിലും ഒരു 4 ഇഞ്ച് ഇറക്കം കുറച്ചാണ് ഞാൻ ലൈനിങ് വെട്ടണത്. അപ്പം നമ്മൾ എല്ലാ വരയും വരച്ചു. ഇനി നിങ്ങൾക്ക് കണ്ട എല്ലാ വരയും നമ്മൾ കറക്റ്റായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വര. ഇനി ഞാൻ മറ്റൊരു കാര്യമുള്ളത് സ്ലീവിൻ്റെ അവിടെയാണ്. ഇപ്പോൾ ഫ്രണ്ട് സ്ലീവിൻ്റെ അവിടെ നമ്മൾ കുഴിച്ച് വെട്ടിയാക്കണത് കൊണ്ടിട്ട് അകത്തോട്ട് കയറിയാണ് ഇരിക്കണത്. ബാക്ക് ഒരു 1.5 ഇഞ്ച് പുറത്തോട്ടും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരൽ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ കുത്തിപ്പിടിച്ചിട്ട് കണ്ട കുത്തിപ്പിടിക്കുക. കുത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ബാക്കിൻ്റെ, അതായത് ബാക്ക് പീസിൻ്റെ അത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങിയാണ് നിൽക്കണത്. അവിടേക്ക് കുത്തിപ്പിടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കുക. ഇനി അങ്ങനെ വരക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് അങ്ങോട്ട് മാറ്റാം. നമ്മളതെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചുരിദാർ അങ്ങോട്ടൊന്ന് മാറ്റാം. അപ്പം ഞാൻ ദേ ചുരിദാർ മാറ്റി. ഇനി നമുക്ക് ഈ അളവുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഞാൻ പറയേണ്ട അളവുകളൊന്നും ഞാൻ നിങ്ങളോട് പറയണേണ്. എൻ്റെ ഷോൾഡറിൻ്റെ അളവ് 6.5 കണ്ട 6.5 ഇവിടെ വന്നു. അതുപോലെ കഴുത്തിറക്കം 3.5. അപ്പോൾ അത് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് കറക്റ്റ് 3.5 അല്ല 3.25 കിട്ടിയേക്കണത് കേട്ടോ. അപ്പം നമുക്കത് 3-ന് വരച്ചാൽ മതി, 3.25 കിട്ടും. അതുപോലെ എൻ്റെ ഫ്രണ്ട് കഴുത്ത് 4. അപ്പം ഞാനത് ഒരു 4 ഇഞ്ച് കുറച്ച് വരക്കണം. ബാക്ക് കഴുത്ത് 5. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഇടണ്ടേ. അപ്പം നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് മാറ്റിയിടുക. തയ്യൽ തുമ്പ് കാണണം, നമ്മൾ പ്രത്യേകിച്ച് കാണണം, വീണ്ടും പറയണേണ്. അതുപോലെ ഇവിടെയും വരും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് കിട്ടിയത് 6.5 അല്ലേ. ആ 6.5 ഇതുപോലെ കൊണ്ടുവന്ന് വരക്കുക. കണ്ട നേരെ കൊണ്ടുവന്ന് ഈ 6.5 ടേപ്പ് വെച്ച് വരക്കുക. ഇത് ഞാനിങ്ങനെ വരക്കണത് നിങ്ങൾക്ക് ഞാൻ ചെയ്തത് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനാണ്. 6.5 നമ്മൾ ടേപ്പിൽ ഒന്നിങ്ങനെ വരഞ്ഞതിന് ശേഷം ഇതേ സ്കെയിൽ കൊണ്ട് ഒന്ന് വരച്ചെടുക്കുക. കണ്ട വരച്ചു, കണ്ട കറക്റ്റ് കിട്ടിയില്ലേ. ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതല്ലേ നമ്മുടെ തയ്യൽ തുമ്പ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടണം. കണ്ട 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടണം. അപ്പം ഇതാണ് എൻ്റെ വണ്ണം എനിക്ക് എത്രയുണ്ടെന്നാ 11.25 ഉണ്ട്. കണ്ട 11.25 ഉണ്ട്. അതാണിത്. കണ്ട ഇനി ഇവിടെ നിന്ന് നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടാം മുകളിൽ കഷക്കുഴിയുടെ അവിടെ കേട്ടാ. കണ്ട ആ 1.5 ഇഞ്ചാണ് നമ്മൾ ഇവിടേക്കും വരച്ചു വെച്ചേക്കണത്. കണ്ട ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 1.5 ഇഞ്ച് മതി, അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി.
ഒരു വര ചെറുത്ത് കൂടുതൽ വന്നിട്ടുണ്ടാകും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. 1.5 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി. അട്ടതേ ഇങ്ങനെ ചുറ്റിനും 1.5 ഇഞ്ച് ഇടുക. 1.5 ഇഞ്ച് കൂടുതൽ വേണ്ട കേട്ടോ, 1.5 ഇഞ്ച് മാത്രം മതി. 1.5 ഇഞ്ചിൽ കൂടുതൽ ഇടണ്ട, 1.5 ഇഞ്ചിൽ മാത്രം ഒന്ന് എടുക്കുക. 1.5 ഇഞ്ച് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് എല്ലായിടത്തും വരച്ച്. പക്ഷെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ, സ്ലിറ്റിന് വീതി ഇത് മതിയെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട. സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക്, ഇവിടെ വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് മതി, അധികം വേണ്ട കേട്ടോ. 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് മതി. പിന്നെ തുണി നമുക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ചുരുങ്ങണതാണെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക. ചുരുങ്ങും കൂടി ഒരു 1/4 ഇഞ്ചും കൂടി കൂട്ടി എടുത്താലും കുഴപ്പമൊന്നുമില്ല, ചുരുങ്ങണ തുണിയാണെങ്കിൽ. ഇല്ലെങ്കിൽ അതും വേണ്ട കേട്ടോ. അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് താഴേക്കൊന്ന് കറക്റ്റിന് വരച്ചു കൊടുക്കുക ഒരു സ്കെയിൽ വെച്ച്. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. 1.5 ഇഞ്ച് ഈ മൂലയെന്ന് കേട്ടോ, 6യുടെ മൂലയെന്ന് 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 1.5 ഇഞ്ച് എന്നിട്ട് നമ്മുടെ 6.5 ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എത്രയാണെന്ന് ഇതിങ്ങനെ ടേപ്പ് ഒന്ന് പിടിച്ച് നോക്കുക. കണ്ട, നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊണ്ടുപോയി ഇത് മേലോട്ടൊന്ന് ആക്കിയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുക. കണ്ട, ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് വെട്ടണുണ്ട്, ഫ്രണ്ട് കഴുത്ത് നമ്മൾ ക്യാൻവാസിലാണ് വെട്ടണത്, അതുകൊണ്ട് ഫ്രണ്ട് കഴുത്ത് നമ്മൾ വെട്ടണില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നല്ല ഭംഗിയായിട്ട് നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ആക്കണം. ഇത് ഫോൾഡായ ഭാഗമല്ലേ, ആ ഭാഗം നമ്മൾ 2 ആക്കി എടുക്കണം. എടുത്തിട്ട് ഈ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം. അതേ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നീക്കി, ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 1/2 ഇഞ്ച്, അതിൽ കൂടുതലൊന്നും വേണ്ട, 1/2 ഇഞ്ച് ഇതൊന്ന് കുഴിച്ചങ്ങോട്ട് വെട്ടാം. അപ്പോൾ ആ 2 പീസ് ബാക്ക് എടുത്തിട്ടില്ല, ഫ്രണ്ടിലെ പീസാണ് കേട്ടോ നമ്മൾ വെട്ടണത്. കണ്ട, വെട്ടി. ഇനി നിങ്ങൾ ഇത് ഇവിടെയൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അവിടുത്തെ ഇതിലൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവാനാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ ബാക്ക് ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ടേ. കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അങ്ങോട്ട് മാറ്റാം, കാരണം ഫ്രണ്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് എന്ത് വെച്ച് സ്റ്റിഫ് വെച്ചാണ് അടിക്കണത്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് കഴുത്തൊന്ന് അടയാളപ്പെടുത്തി വരച്ചെടുക്കാം. അപ്പോൾ അതെ ഞാനൊരു 3.25 അടയാളപ്പെടുത്തണത്, എനിക്ക് 3.5 വേണം. അത് ബാക്ക് കഴുത്ത് ഞാൻ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നാണെങ്കിൽ 5.5 എടുക്കണുണ്ട്. കണ്ട, എനിക്ക് 5 മതി. തയ്യൽ തുമ്പിൽ നിന്നാണെങ്കിൽ 5.5 എടുക്കുക, അതിന് താഴത്തേക്കാണെങ്കിൽ 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 5 എടുക്കുക. അപ്പോൾ 5 എടുക്കുമ്പോൾ നമ്മൾ 4.25 അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. 1/4 ഇഞ്ച് കുറച്ച് നമ്മുടെ കഴുത്തൊക്കെ നമ്മൾ അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. അതുപോലെ 3 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് രൂപത്തിലാക്കി എടുത്തിട്ട് നിങ്ങളുടെ ഏതാണ് കഴുത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും അങ്ങോട്ട് വരച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഴുത്ത് യു കഴുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു യു കൊടുക്കണുണ്ട്, അധികം വിടർന്നതല്ല, ഒരു ചെറുത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. ലൈനിങ്ങുള്ള നമ്മുടെ കട്ടിങ് കഴിഞ്ഞ്, ലൈനിങ് നമുക്ക് കൈ ഇല്ല, സ്ലീവ് ഇല്ല. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് നല്ല തുണിയിലോട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ മെയിൻ തുണിയിൽ നിന്ന് 4 ഇഞ്ച് കുറവാണ് ഞാൻ ലൈനിങ് വെട്ടിയെടുത്തേക്കണം. അത് ഓർമ്മ വേണം നിങ്ങൾ. പിന്നെ നമ്മുടെ മെയിൻ തുണിയിലെ കറക്റ്റ് ഇറക്കം തന്നെ, മെയിൻ ചുരിദാറിൻ്റെ കറക്റ്റ് ഇറക്കം തന്നെ മെയിൻ തുണിയിലോട്ട് വെട്ടാൻ വേണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇനി വെട്ടാനുള്ളത് സ്ലീവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നല്ല തുണിയിൽ വെട്ടിയെടുക്കാം. നമ്മുടെ മെയിൻ തുണി മെയിൻ തുണിയാകുമ്പോൾ ഞാൻ 2 മീറ്ററേ കറക്റ്റ് എടുക്കാറുള്ളൂ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈൻ നോക്കി എടുക്കണം. ഡിസൈൻ ഒരേ ഭാഗത്തോട്ട് താഴത്തോട്ടും മുകളിലോട്ടാണ് വന്നേക്കുന്നത്, സൈഡിലോട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ലാത്തത് കൊണ്ട്
ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതുമ്മ ഒന്ന് അളന്നെടുക്കണം. അപ്പം എൻ്റെ ചുരിദാറിൻ്റെ ഇറക്കം 44ആണ്. അപ്പം 44ഉം പിന്നെ ഒരു 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും വേണം. താഴേക്കും മുകളിലോട്ടും വേണ്ട. അതനുസരിച്ച് നമുക്കൊന്ന് അളന്നെടുക്കാം. ടേപ്പ് എടുത്തിട്ട് ഒരു വശം 44ൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 44 കറക്റ്റായിട്ട് അളന്നെടുക്കണുണ്ടേ. 44 കണ്ടോ, ഞാൻ അളന്നെടുത്തു. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഞാൻ അളന്നെടുക്കണുണ്ട്. 1.5 ഇഞ്ച് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട നമുക്ക്. എന്നിട്ട് തുണി ഇതുപോലെ നമുക്ക് ഒരു പീസാണ് നമ്മൾ അളന്നെടുത്തേക്കണം. 2 പീസ് വേണമല്ലോ നമുക്ക്. കണ്ട 2 പീസ്, കറക്റ്റിന് 2 പീസ്. ഈ തുണി ചുരുങ്ങൂല കേട്ടോ. ചുരുങ്ങിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കൂട്ടിയിട്ട് വെട്ടാൻ മറക്കരുത്. കണ്ട, അപ്പം എനിക്ക് എൻ്റെ കറക്റ്റ് അളവ് കിട്ടി. അപ്പം ഞാൻ 2ആക്കി ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ്ങിൻ്റെ ഏതൊരു വശത്ത് എടുത്തിട്ട് അതിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക. ഈ ഒരു വശത്തെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അല്ലേ, അപ്പം എനിക്ക് ഇതട 12.5 ഇല്ല, 12.5 എടുക്കാം നമുക്ക്. 12.5 ആ 12.5 അപ്പം എത്ര വന്നാൽ നമുക്ക് ഇതൊരു വശത്തെ അളവാണ് 25 വരും. അപ്പം ഈ ഒരു അടിഭാഗം നമുക്ക് ആ 25-നൊന്ന് കറക്റ്റിന് അളന്നെടുക്കാം. 25-ന് കേട്ടാ, 25 വെച്ചിട്ട് ഈ ഒരു ഭാഗം, അതായത് നമ്മുടെ ഈ ഒരു കരഭാഗം ഉണ്ടല്ലോ അവിടേക്ക് 25 വെച്ചിട്ട് 25 അവിടെ വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അളന്നെടുക്കുക. അപ്പോൾ 25 അവിടെ വന്നു. ആ ഭാഗം കണ്ടോ, ആ ഭാഗം നമ്മൾ ഇതുപോലെ എടുക്കുക. കാരണം നമുക്ക് ഇത്രയും തുണി മിച്ചം വരും. മിച്ചം കിട്ടണ ഒരു തുണിയാണ് ഇത്ര. ആ ഒരു തുണി ആണ് നമുക്ക് മെച്ചമുണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ 25-ൽ ചേർത്ത് വെച്ച് മടക്കിയെടുക്കുക. ഞാൻ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് വന്നു. നമ്മൾ ചുരിദാറിൻ്റെ അടിയിലെ അളവിലാണ് മടക്കണത്. അപ്പോൾ 1 ഇഞ്ചും കൂടി ഞാൻ കൂടുതൽ മടക്കിയിട്ടുണ്ട്, കുറവ് വേണ്ട എന്ന് കരുതിയിട്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ് അങ്ങാട് ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ഇതിലേട്ട് ഇടുമ്പോൾ ബാക്ക് ലൈനിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബാക്ക് ലൈനിങ് ആണ്. ഫ്രണ്ട് ലൈനിങ് നമ്മൾ കുഴിച്ച് വെട്ടിയതാണ്. അതുകൊണ്ട് അതിട്ടാൽ നമ്മുടെ കശക്കുഴിക്ക് വ്യത്യാസം വരും. 2 കശക്കുഴിക്കും വ്യത്യാസം വരും. അപ്പോൾ അതെ കണ്ടോ, നമ്മുടെ ബാക്ക് എടുത്തിടുക. അതിനുശേഷം ഇത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാനാണെങ്കിൽ അരമണിക്കൂർ വേണ്ട. ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് നേരം വേണ്ടി വന്നു കണ്ടോ. അപ്പോൾ നമുക്കിതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇവിടെയൊക്കെ നമുക്കത് ഇവിടെ ഇച്ചിരി കൂടുതൽ കിട്ടുമെന്നുള്ളൂ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം താഴേക്ക് വരുമ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ട, താഴേക്ക് വരുമ്പോൾ കറക്റ്റാണത്. കണ്ട താഴേക്ക് വരുമ്പോൾ അത് കറക്റ്റാണ്. ഇവിടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ നോക്കണം, 2 പീസൊക്കെ ഉണ്ടാകുന്ന നോക്കണോണ്ട. എന്നിട്ട് വേണം, കാരണം ഇനി നമ്മൾ ഇതങ്ങോട്ട് നേരെ വെട്ടി തുണി അങ്ങോട്ട് മാറ്റണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തുണി ഒന്ന് അങ്ങോട്ട് വെട്ടി മാറ്റാം. അപ്പോൾ അതായത് ഇവിടെ നിന്ന് നമ്മൾ ഈ തുണി വെട്ടിയെടുക്കണേ. കണ്ട, ഇത് വെട്ടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതാണ് നമ്മുടെ കണ്ട സംഭവം. ഇത് 2 പീസ് തുണിയുണ്ട്. കണ്ട, നമുക്ക് നല്ല ലൈനിങ് എടുത്ത നല്ല അടിപൊളി ഒരു ബ്ലൗസ് തയ്ക്കാനുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തുണി സേവ് ചെയ്തെടുക്കണമാരെ ചെയ്താൽ ഇങ്ങനെ നമുക്ക് പറ്റുമെന്ന് പറയണത്. ബാക്ക് ലൈനിങ്ങിൻ്റെ അടയാളത്തിൽ ഞാൻ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അതെ, നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത്. കേട്ടോ, എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ടൊന്ന് മാറ്റാം. നമ്മൾ എന്താണ് വീഡിയോ ലെങ്തായി പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ 2 ഇത് കണ്ട, ഈ 2 ഭാഗം ഫോൾഡാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം.
പിന്നെ നമ്മുടെ ബാക്ക് കഴുത്ത് ഇതിലിട്ട് വെച്ചിട്ട് അടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. നമുക്കൊന്ന് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കട്ടിങ്. നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് കഴുത്ത് മറിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രണ്ട് കഴുത്തിന് നമുക്കിത് ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ക്യാൻവാസ് പിടിപ്പിക്കാൻ. കണ്ട 2 പീസും ഉണ്ട്. അപ്പം ഇത് എടുത്ത് കളയാതെ വെക്കുക. അടുത്തത് നമ്മൾ സ്ലീവ് ആണിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പം നമ്മൾ വെട്ടി മാറ്റിയ തുണി അപ്പം അങ്ങനെ ബ്ലൗസ് കിട്ടുമെന്ന് കിട്ടും അതൊക്കെ കിട്ടും. നമുക്ക് എടുക്കാം, തയ്ക്കാമല്ലോ, ഞാൻ വെട്ടാമല്ലോ. ദേ 4 പീസ്, 1 2 3 4 പീസ് കണ്ട. ഇത് ഫോൾഡും ഇത് ഫോൾഡ് അല്ലാത്ത ഭാഗവുമാണ്. ഞാൻ നമ്മുടെ സ്ലീവ് എടുക്കുക. സ്ലീവ് എടുത്തതിന് ശേഷം നമ്മുടെ 2 കൈക്കും വ്യത്യാസമുണ്ട് കേട്ടോ, അളവ് വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ എടുക്കണം. ഒരു കൈ നമ്മുടെ വലുതും ഒരു കൈ നമ്മുടെ ചെറുതുമാണ്. സാരി ബ്ലൗസാണ് അത് ഇടുമ്പോൾ ശരിക്കും മനസ്സിലാണ്. ചുരിദാർ ഇടുമ്പോൾ നമുക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. അതേ നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ലെവലല്ലേ ഈ അടിഭാഗം. ഈ ബ്ലൗസിൻ്റെ കൈ വട്ട് കൊടുക്കുമ്പോൾ കയറിപ്പോൾ, അതേസമയം നീളത്തിലെടുത്താൽ കയറൂല. അപ്പം അതെ ഇങ്ങനെ കറക്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് പട്ട വേണം, അതൊരു പട്ട വേണം, അത് നിർബന്ധമുള്ള ഒരാളാണ്. കൈക്ക് പട്ട പിടിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമല്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പട്ട ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെക്കണത്. അപ്പോൾ പട്ടയ്ക്ക് എനിക്കൊരു 3 ഇത്രയുള്ളൊരു പട്ട വേണം. കണ്ട 2.5 ഇഞ്ചിൻ്റെ ഒരു പട്ട വേണം. അപ്പം ഞാൻ ആ പട്ട ഒഴിവാക്കിയിട്ടാണ് കൈ ഇതിലേക്ക് വെച്ച് കൊടുക്കണത് കേട്ടോ. ആ പട്ടയുടെ കൈ ഇവിടെ പട്ട അടിക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണം. ആ തയ്യൽ തുമ്പും കൂടി അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കയറ്റി വെച്ചേക്കണത്. അപ്പോൾ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ തുണിയുടെ മുകളിലോട്ടാണ് ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടി. പിന്നെ നമ്മളിതൊന്ന് വരച്ചെടുക്കാം. നമുക്ക് അതെ കണ്ടോ, ഇതുപോലെ ഒന്നങ്ങോട്ട് വരച്ചെടുത്താൽ മതി. നമുക്ക് തയ്യൽ തുമ്പും കിട്ടിയിട്ടുണ്ട്. കണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ കറക്റ്റിന് വരക്കുക. വരച്ച് 12 മണി പള്ളിയിൽ മണി കൊട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വന്നത്. ഒരു 4 ഇഞ്ച് മുകളിലോട്ടും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ 4 ഇഞ്ച് വരച്ച അവിടെ നിന്നുണ്ടല്ലോ, ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. കണ്ട ഇതിലേക്ക്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അളവെടുത്തല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ട കറക്റ്റ് വെച്ചിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അവിടെ വിരൽ കുത്തിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്താൽ മതി. കണ്ട അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ഞാൻ നേരെ കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നമ്മുടെ കൈ ഉണ്ടല്ലോ, സ്ലീവിൻ്റെ കട്ടിങ്. തയ്യൽ തുമ്പ് നമ്മൾ കട്ട് ചെയ്തു. കണ്ട ഇതാണ് നമ്മുടെ സ്ലീവ്. നമുക്കിനി ഇവിടെ ഒരു 2.5 ഇഞ്ച് 5 ഇഞ്ചിൻ്റെ ഒരു പീസ് വേണം പട്ട വയ്ക്കാൻ. എന്നിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ 2 നല്ല വശങ്ങൾ കൂട്ടിയിട്ട് എടുക്കുക. 2 നല്ല വശങ്ങൾ കൂട്ടിയെടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയതുപോലെ തന്നെ നമ്മൾ ഇതിലേക്കും ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. 1/2 ഇഞ്ച് ആം ഹോൾ ഒന്ന് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടാം. അപ്പോൾ ഒപ്പം വെച്ചിട്ട് വേണോട്ടാ വെട്ടാൻ. ധൃതി പിടിച്ച് വെട്ടി കുളമാക്കണ്ട. നമ്മുടെ എന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു.
കണ്ട. അപ്പം ഇത്രയാണ് നമ്മുടെ കട്ടിങ് വീഡിയോ. അപ്പം എല്ലാവരും ഇഷ്ടമായാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറയാനും എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ പറഞ്ഞാലല്ലേ എനിക്കത് തിരുത്താൻ പറ്റുള്ളൂ. ചെയ്തില്ല അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലെന്നും നന്നായെങ്കിൽ നന്നായെന്നും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമുക്കിടാം കേട്ടോ. ഇതൊരു കട്ടിങ് വീഡിയോ. അപ്പോൾ ഓക്കെ.